ചൊവ്വൂരിൽ സോന കെമിക്കൽ ഫാക്ടറിയിൽ അഗ്നിബാധ 3 വീടുകൾക്ക് തീപിടിച്ചു. ഇന്ന് വൈകിട്ടാണ് അഗ്നിബാധയുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഫിന്നി നമ്മോടൊപ്പം ചേരുന്നു. ഫിന്നി, മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തീ നിയന്ത്രണ വിധേയമാണോ? തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചോ? സ്ഥിതി ഇന്ന് വൈകിട്ട് 6:15 ചൊവ്വൂർ പാറോലിയിലുള്ള എലുവത്തിങ്കൽ സേവറിന്റെ ഉടമസ്ഥയിലുള്ള സോന കെമിക്കൽസിൽ തീപിടുത്തം ഉണ്ടായത്. വൻ സ്ഫോടന ശബ്ദത്തോടെയായിരുന്നു അഗ്നിബാധ. പൊട്ടിത്തെറിയെ തുടർന്ന് സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നു. ഇത് തീപിടുത്തത്തിൽ ഒരു വീട് പൂർണ്ണമായും 3 കെട്ടിടങ്ങൾ ഭാഗികമായും കത്തി. ഇതിനോടൊപ്പം ചേർന്ന് കെമിക്കൽ ഫാക്ടറി പൂർണ്ണമായും കത്തിയമർന്നു. ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഫയറുകൾക്ക് പുറമെ എറണാകുളം ജില്ലയിൽ നിന്നും അങ്കമാലിയിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് എത്തി. 10ലധികം യൂണിറ്റ് 3 മണിക്കൂർ നേരം കൊണ്ടാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സ്ഥലത്ത് കൂടുതൽ ആളുകൾ തടിച്ചു കൊടുത്തും രക്ഷാപ്രവർത്തനം തടസ്സമായിരുന്നു. ഇതേസമയം ഫയർഫോഴ്സിന്റെ വാഹനങ്ങളിൽ വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞതും ആദ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം തടസ്സമായി. മാത്രമല്ല മനുഷ്യരെ പോലും വിഴുങ്ങുന്ന രീതിയിലുള്ള തീഗോളങ്ങൾ വന്നതോടുകൂടി ഫയർഫോഴ്സിനും ആദ്യഘട്ടത്തിൽ തീപിടുത്തം നടന്ന ഗോഡൌണിന്റെ പരിസരത്തേക്ക് കടക്കാനായില്ല. ഇതേ തുടർന്ന് സമീപത്തെ മറ്റു വഴികളിൽ നിന്നും തീപിടിച്ച ഫാക്ടറികളെ ചുറ്റുമായി മറ്റു പല വഴികളിൽ നിന്നും വന്ന് ഫയർഫോഴ്സുകൾ വെള്ളമടിച്ച് തീ നിയന്ത്രണ വിധേയമായിരുന്നു. ഇപ്പോൾ പൊതുവെ തീ നിയന്ത്രണ വിധേയമായി തന്നെ പറയാം. ജില്ലയിൽ ഫിന്നി, ഒരു സ്ഫോടന ശബ്ദം ഈ തീപിടുത്തത്തോടു കൂടി കേട്ടു എന്ന് പറയുന്നു. എന്തായിരിക്കാം പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ എന്തെങ്കിലും സൂചന തീപിടുത്തത്തെ സംബന്ധിച്ച് അറിയാൻ സാധിച്ചോ? സാധാരണ ഈ മേഖലയിൽ കുറെ മരങ്ങൾ വിൽപ്പനയും ഫർണിച്ചർ പണികളും നടക്കുന്ന ഒരു ഏരിയയാണ് ഈ പാറോലിയിൽ ഈ ചൊവ്വൂർ ഏരിയ. ഇവിടേക്ക് ആവശ്യമായ മരങ്ങളുടെ വാർണിഷ് അടിക്കുന്നതിന് മറ്റുമുള്ള ഒരു ഗോഡൌൺ ആണ് തീപിടുത്തുന്നത്. ഇത് ടാങ്കറുകളിലും മറ്റ് വീപ്പുകളിലുമാണ് ഇത്തരത്തിലുള്ള ഇതിനുവേണ്ട കെമിക്കലും മറ്റും സൂക്ഷിച്ചിരുന്നത്. ഇതാണ് തീപിടുത്തത്തെ പൊട്ടിത്തെറിച്ചതും തീ വ്യാപകമാവാൻ കാരണമായത്. കടുത്ത ചൂടായിരിക്കാം തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ഇത് നാളെ രാവിലെ വ്യക്തമായ പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ ഒരു കാരണം ലഭ്യമാകുകയുള്ളൂ എന്ന് തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ അലി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം നാളെ ഇത് സംബന്ധിച്ച് പൂർണ്ണ പരിശോധന നടക്കും. ഇതിന്റെ തീപിടുത്തത്തിന്റെ നഷ്ടവും നാളെ മാത്രമേ കണക്കാക്കാൻ സാധിക്കുള്ളൂ. തീപിടുത്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നാളെ നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൊള്ളലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിക്കുകളോ ഉണ്ടായിട്ടുണ്ടോ? തീപിടുത്തം ഉണ്ടായത് തന്നെ വൻ ശബ്ദം കേട്ട ഉടനെ തന്നെ നാട്ടുകാർ ഓടിക്കൂടുകയും സമീപത്തെ വീട്ടുകാരോടും പരിസരവാസികളോടും സ്ഥലത്തുനിന്ന് മാറിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇതേ തുടർന്ന് ഒരാൾക്കും പരിക്കോ മറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല പൂർണ്ണമായി കത്തിയ എന്ന് പറയുന്ന വീട് ഈ സോന കെമിക്കൽസിന്റെ ഉടമ എൽത്തുരുത്ത് എലുവത്തിങ്കൽ സേവിയറിന്റെയാണ്. എന്നാൽ സേവിയറും കുടുംബാംഗങ്ങളും ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയിരിക്കായിരുന്നു. ഈ സമയത്താണ് അഗ്നിബാധ ഉണ്ടായത്. അതിനാൽ ഇവരും ഈ വീട്ടിലുണ്ടായിരുന്നില്ല. മാത്രമല്ല അഗ്നിബാധയിൽ മറ്റു പെരുമ്പറമ്പിൽ രാമൻ എന്ന ആളുടെ വീടിന്റെ മുന്നിലുള്ള ഗോഡൌണും മറ്റു ഫർണിച്ചർ സാധനങ്ങളും കത്തിയമർത്തുന്നുണ്ട്. എന്നാൽ ഈ ഗോളം വരുന്നത് കണ്ട് ഈ പരിസരത്തെ എല്ലാ വീട്ടുകാരും ഇറങ്ങി ഓടുകയായിരുന്നു. ഒപ്പം തന്നെ നാട്ടുകാരും സജീവമായി രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുക്കുകയും പരിസരവാസികളെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു.